റോഫയുടെ കേട്ടുകാരനാണ്. ഞാനിപ്പോൾ മരുത എന്ന സ്ഥലത്തുള്ള ഒരു അസീസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. സോറി, അസീസ് അല്ല. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എടക്കര മരുത സ്വദേശിയാണ് മുഹമ്മദ് നിസാർ. മുഹമ്മദ് നിസാർ ഇന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ 2023 ജൂണിൽ ജർമ്മനിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് ഗെയിംസിൽ 126 രാജ്യങ്ങളിൽ നിന്നായി 6500 അത്ലറ്റുകൾ പങ്കെടുത്തിരുന്നു. ഇതിൽ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ചുണക്കുട്ടികളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ മലയാളക്കരയിൽ നിന്നും ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ മലപ്പുറത്തുകാരുണ്ടായിരുന്നു. മലപ്പുറത്തുകാരായ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അർഷീദ്, പിന്നെ നമ്മുടെ സ്വന്തം മുഹമ്മദ് നിസാർ. മുഹമ്മദ് നിസാർ വളരെ ചെറുപ്പം മുതലേ ഈ പഠന വൈകല്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത്. ന്യൂ ലീഫ് എന്ന് പറയുന്ന എടക്കരയിലെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഫുട്ബോളിലും മറ്റുള്ളതിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ടും പിന്നെ അവരുടെ ആ സ്കൂളിൻ്റെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടും അവൻ ഇന്ന് ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാൻ. അതുമാത്രമല്ല, ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കായിക അവാർഡും കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിചയപ്പെടാം നമുക്ക് മുഹമ്മദ് നിസാറിനെ. റോഫയുടെ കേട്ടുകാരനാണ്. ഞാനിപ്പോൾ മരുത എന്ന സ്ഥലത്താണുള്ളത്. മരുതയിലെ നിസാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. ഈ നിസാർ ഈ വർഷത്തെ 2023 ജൂണിൽ നടന്ന ഈ വേൾഡ് ഒളിമ്പിക്സ് ഉണ്ടല്ലോ, ഫുട്ബോൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത, അത് സ്പെഷ്യൽ കാറ്റഗറിയിലാണ് കേട്ടോ, ജർമ്മനിയിൽ വെച്ച് നടന്ന ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത നിസാറിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അതുമാത്രമല്ല, ഈ വർഷത്തെ സംസ്ഥാന കായിക മത്സരത്തിലെ സംസ്ഥാന അവാർഡും കൂടി കരസ്ഥമാക്കിയുള്ള ആളാണ് ഈ നിസാർ. ഇതിനു മുന്നേ ഞാനൊരു ന്യൂ ലീഫ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്കൂളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗിൽ. ആ ബ്ലോഗിൽ ഒരു നിസാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ലേണിങ് ഡിസേബിൾ ആയുള്ള ഒരു കുട്ടി അവിടെ വന്ന് പഠിച്ചു, പാസ്സായി, ലൈസൻസ് എടുത്തു, വേറെ ജോലിയൊക്കെ പോയി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആളെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നിസാർ. നിസാർ എവിടെ മരുത മരുത അല്ലേ? ഏതൊരു പഠിച്ചു നിസാർ? ഞാൻ 10 വരെ പോയിട്ടുണ്ടായിരുന്നു സാധാ സ്കൂളിൽ. അത് കഴിഞ്ഞിട്ടാണ് ന്യൂലീസ് ഫെസിലിറ്റി സ്കൂളിലേക്ക് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി ചേർത്തത്. അവിടെ പോയിട്ട് അവിടുന്ന് ഓരോ മാറ്റങ്ങൾ വന്ന് ഞങ്ങൾ എന്നെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടിട്ടുണ്ട്. കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. കോട്ടയത്ത് വെച്ച് ന്യൂ ലൈഫ് സ്കൂളിൽ പോയിട്ട് പ്ലസ് ടു കഴിഞ്ഞോ? ഇല്ലല്ല, അതിൻ്റെ ഇത് തുടങ്ങുള്ളൂ. അവിടുന്ന് ലൈസൻസ് എടുത്തു? ന്യൂ ലൈഫിൽ പോയിട്ടാണ് ലൈസൻസ് എടുത്തത്. ഫുട്ബോൾ കളി അവിടെ നിന്നാണോ? ഫുട്ബോൾ കളി അവിടെ നിന്നാണ് തുടങ്ങിയത്. മുന്നേ കളിച്ചിരുന്നോ? മുന്നേ നമ്മൾ നാട്ടിൽ കളിച്ചെന്നല്ലാതെ അങ്ങനെ പുറത്തൊന്നും വിട്ടു പോയില്ലായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്തത്? ഞങ്ങൾ കോട്ടയത്ത് വെച്ച് പോയി കളിച്ചിട്ട് അവിടുന്ന് 2 പേർക്ക് സെലക്ഷൻ കിട്ടി. അവിടുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ഇതിനൊരു ഫുട്ബോളിൻ്റെ സെലക്ഷൻ ഉണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഗുജറാത്തിലായിരുന്നു ഇതിൻ്റെ സെലക്ഷൻ. അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ 4 സെലക്ഷൻ നടത്തിയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ഞങ്ങൾക്ക് കോച്ചിങ്. ഞങ്ങൾ ടീം സെറ്റാക്കിയിട്ട് കോച്ചിങ് ഞങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു, ഡൽഹിയിൽ. സ്പെഷ്യൽ കാറ്റഗറിയിൽ അതിൽ കുഴപ്പമില്ലാത്ത കുട്ടികളുണ്ടാവുള്ളൂ. സാധാ നല്ല ആരോഗ്യം കുഴപ്പമുണ്ടാവും. സാധാ മാതിരി തന്നെ ആരോഗ്യം ഉണ്ടാവില്ല. നന്നായിട്ട് കളിക്കും. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ജർമ്മനി പോയി കളിക്കുമ്പോൾ വേറെ രാജ്യക്കാർ ഇതേപോലെ തന്നെയാണ്. ഏത് രാജ്യക്കാർക്ക് കളിണ്ടായിരുന്നു? ഞങ്ങൾക്ക് ജർമ്മനി, ഹോങ്കോങ്, ലൂസിയ, സൗത്ത് ആഫ്രിക്ക. ഇന്ത്യ ആരായിട്ട് കളിച്ചത്? ഇന്ത്യ കളിച്ച ടീമിന്റെ പേരാ പറഞ്ഞത്. ഞങ്ങള് ഫൈനൽ ഞങ്ങൾക്ക് സെയിൻ ലൂസിയായിരുന്നു. 2-1 അവരെ പരാജയപ്പെടുത്തി നമ്മൾ സ്വർണ്ണ മെഡൽ കിട്ടുന്നത്. ഞാൻ ഫോർവേഡ് ആയിട്ട് കളിക്കുന്നത്. കായിക ഇതിൽ ഞങ്ങൾ ഒരു ഇതുണ്ട് വന്നിരുന്നു. അപ്പൊ ഞങ്ങളത് കൊടുത്തു. കുറെ ആൾക്കാർ കായിക ഇതിന്റെ ആൾക്കാർ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതിന് എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അയ്യോ. സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. ഒരു ഡേറ്റ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തോ? അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പത്രത്തിൽ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പത്രത്തിലൊക്കെ വന്നു. പേര് ഡിക്ലെയർ ചെയ്തിരുന്നു. ഓക്കെ. അവാർഡ് കയ്യിൽ അവിടെ കിട്ടിയില്ല ആളെ. എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഇത് നിസാറിന്റെ ഉപ്പയാണ്. ഉപ്പയുടെ പേര്? എൻ്റെ പേര് ഹംസാണ്. ഹംസ. എന്താണ് എത്ര മക്കളുള്ളത്? ഒരാള് ആൺകുട്ടിയായിട്ട്? അല്ല, 3 ആള് ആൺകുട്ടികളുണ്ട്, ഒരു പെണ്ണും. ഒരു പെണ്ണു അല്ലേ? നിസാറിനാണോ? പെണ്ണിനെ കല്യാണം കഴിച്ച 3 കുട്ടികളായി. നിസാറിന് എന്താ പ്രശ്നം ശരിക്കും? നിസാറിന് അതിന് വലിയൊരു കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവന് പഠന വൈകല്യം ഉണ്ടായിന്. അത് പഠിച്ചാൽ മറന്നു പോകാൻ പടിയില്ല, അങ്ങനെ തന്നെ. പിന്നെ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഈ പല മേഖലയിൽ കൂടി അവനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നത്. എല്ലാ മേഖലയിൽ കൂടി. ഇപ്പോൾ പിന്നെ ഹെവി ഡ്രൈവറാണോ? ലൈസൻസ് ഉണ്ട്. പിന്നെ നമ്മളെ പാലാട് മറ്റേ OMS സ്കൂളിൽ ഡ്രൈവറും പിന്നെ പിയൂണൊക്കെയാണ്. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു. ആദ്യം അതേമാർക്ക് ഇങ്ങനെ ആ സ്കൂളിൽ ന്യൂ ലൈഫിലാക്കിയിട്ടാണ് മാറ്റങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ അതിനൊക്കെ അനുസരിച്ച് ഞങ്ങൾ ഇവരെന്താ പറയണൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഹോക്കി കളിക്ക് ഞങ്ങൾ ബാംഗ്ലൂർക്ക്, അങ്ങനെ ഉത്തരാഖണ്ഡ്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ ഇതിനൊക്കെ പൈസ ഇറക്കുന്നുണ്ട്. ഈ പോണീനൊക്കെ 5000 റുപ്യ 6000 റുപ്യ 1000 റുപ്യ ആയിട്ട് പൈസ ഇറക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചത്. ഫുട്ബോൾ കളിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഫുട്ബോൾ കളിയൊക്കെ അവരെ സ്കൂളിൽ നിന്ന് ഒരേ ബാച്ചായിട്ട് പോയിട്ട് ഓരോ സ്ഥലത്തു നിന്നാണ് അങ്ങനെ സെലക്ഷൻ കിട്ടിയതിപ്പോൾ പിന്നെ ഹാപ്പിയായി. മറ്റുള്ള മക്കളൊക്കെ ഉഷാറാണ്. എല്ലാ ടെക്നിക്കായിട്ടുള്ള എല്ലാ സംഭവത്തിനും മൊബൈലിൻ്റെ കാര്യം, വണ്ടിൻ്റെ കാര്യം, എന്തായാലും ഇപ്പോൾ എല്ലാ രാജ്യത്തേക്കും മോനെ ആശ്രയിച്ചാണ് വീട്ടുകാരൊക്കെ പോലെ. ഏല വേണമെങ്കിൽ ഇപ്പോൾ നാളെ പോലെ വലിയൊരു പരിപാടി ഉണ്ടായിന് തിരൂരാവാത്ത്, അവിടേക്കൊക്കെ ഓൻ തന്നെ വണ്ടി വിട്ടു. ജർമ്മനി വരെ പോയില്ലേ പോലെ. പിന്നെ നമ്മളെ സർക്കാർ ഭാഗത്തുനിന്ന് ഒന്നും നമുക്ക് കിട്ടിയില്ല. നിവേദനം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് സാമ്പത്തികമായിട്ട് ഒരു അങ്ങനെ കൊടുക്കുന്നുണ്ട്. വേറെ ഓരോ ഒപ്പം കളിച്ച സംസ്ഥാനത്തിലെ ഹരിയാന പോലത്തെ ആളുകളൊക്കെ വലിയ സംഖ്യകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് മാത്രമേ, കേരളത്തിന് മാത്രമേ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞേക്കണേ. അപ്പോൾ അൻവർ സാറിനോടൊക്കെ പറഞ്ഞപ്പോൾ, MLA പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളതിന് ഇത് രണ്ടാണ്. സാധാരണ നമ്മളെ ഒളിമ്പിക്സും ഇവരുമായിട്ട് 2ആണ്. അപ്പോൾ അത് ഒന്നിച്ചാക്കിയിട്ട് അതിൻ്റെ നിയമനിർമ്മാണം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ആക്കിയിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഞാനതിമൊന്ന് വേറിട്ടില്ല, ഞാനതിമുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ജോലിക്കാണ് ഞാൻ ഇതാക്കുന്നത്. കുറേ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വെഹിക്കിൾ കുറേ പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ നവ കേരള പരിപാടി ഉണ്ടായിരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നവകേരള കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു പെരിന്തൽമണ്ണയിൽ. ഇതാണ് ആ സ്വർണ്ണ മെഡൽ അല്ലേ? വേൾഡ് ചാമ്പ്യൻഷിപ്പിലുള്ള ഫുട്ബോൾ കിട്ടിയത്. അത് മാത്രമല്ല, ഇതൊക്കെ നിസാറിന് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ഫുട്ബോളിലാണോ? ഫുട്ബോളില് ഫ്ലോർബോൾ പറഞ്ഞതിലുണ്ട്. അപ്പോൾ നിസാറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്നത് മറന്നു പോകുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ ക്ലിയറായി. ആൾ പഠിച്ചു, പാസ്സായി, ലൈസൻസ് എടുത്തു, ഹെവി ലൈസൻസ് എടുത്തു, കളിച്ച് അതിൽ നിന്ന് നല്ല ഉഷാറായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. പിന്നെ അതിൽ മെഡൽ നേടി ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതാണ്. അതിന് നവകേരള സദസ്സ് എന്നിലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവൻ്റെ കൂടെ കളിച്ച മറ്റ് സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് അവിടുത്തെ സംസ്ഥാന സർക്കാരുകളൊക്കെ വേണ്ട രീതിയിലൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ സർക്കാർ ഇത്തരം കുട്ടികൾക്ക്, ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ നോർമലുള്ള രീതിയിലുള്ള സ്പോർട്സ് കാര്യങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തരമുള്ള ആൾക്കാരെങ്കിലും പരിഗണിക്കുക എന്നുള്ളതും കൂടി ഞാൻ ഉണർത്തുന്ന ഈ ഒരു സമയത്തിൽ.
അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല ഉഷാറാണ്. എല്ലാത്തിനും നല്ല പ്രാവീണ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ഒരു വിഷയം. ഇനി എന്തൊരു ആഗ്രഹം പറഞ്ഞുള്ളത്? നിസാറിന് ഒരു കല്യാണം കഴിക്കണം എന്ന്. എത്ര വയസ്സായി ഇപ്പോൾ? 27 വയസ്സായി. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു പെണ്ണിനെ കൂടി ക്ഷണിക്കുകയാണ്. നിസാറിന് 27 വയസ്സാണ്. വേൾഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡൽ വാങ്ങിക്കൊടുത്ത ചാമ്പ്യനാണ്, ഒളിമ്പ്യനാണ്. പിന്നെ കായിക സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാനിതിലൂടെ ഉണർത്തുകയാണ്. ഇനി നിസാറിൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഇതാണ് നിസാറിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ. ഏകദേശം എത്ര വയസ്സുണ്ടാകുന്നു നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയണം കേട്ടോ. ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്തെങ്കിലും സംസാരിക്കുക? എന്താ സംസാരിക്കണേ? കോയിനടിക്കാന്നാ? ആ ആ അതെ, അത് സംസാരിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഈ തത്തയ്ക്ക് 20 വയസ്സാണെന്നാണ് പറയുന്നത് അല്ലേ? 20 വർഷമായിട്ട് നിസാറിൻ്റെ കൂടെ ഉള്ള തത്തിയാണത്. കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടും. അത്ര കണ്ടാൽ ചെറിയൊരു തത്ത അല്ലേ? ചെറിയൊരു ഇറച്ചി കഷ്ണം കിട്ടിയതാണ്. നല്ല സംസാരിക്കും. എന്താ എന്താ പറയണേ? ഒരു പാട്ട് പാടി. ഒരു പാട്ട് പാടി. ഒരു പാട്ട് പാട്. പാട്ട് പാടി. പാട്ട് പാടിയേ. കൊക്കോ കൊക്കോ കൊയില്. ഒരു മോള്. വേറെ ലോകത്ത് ഒരു മടിക ഈ നിസാറിൻ്റെ ഈ വീട്ടിലേക്ക് എന്നെ ഇവിടെ എത്തിച്ചത് സുഹൈർ അല്ലേ? സുഹൈർ മരുത എന്ന് പറഞ്ഞ നിസാറിൻ്റെ അധ്യാപകനും കൂടിയാണ് കേട്ടോ. ഇതാണ് ആള്. സാറിൻ്റെ അവിടെ സ്പെഷ്യൽ സ്കൂളിൽ മോറൽ എടുത്തിരുന്നു 1 വർഷത്തോളം. നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ അയൽവാസിയും കൂടിയാണ്, നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ഒളിമ്പ്യൻ നിസാർ. മാഷാ അല്ലാഹ്, ഈ ഒരു വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവും കൂടിയാണ്. അതൊക്കെ വളരെ നല്ലൊരു അഭിമാനവും സന്തോഷമൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഇവിടെ ന്യൂ ലീഫ് സ്കൂളിലെ അധ്യാപകനുമാണ്. അവിടെ മോറൽ എടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ അവർക്കും സ്പെഷ്യൽ സ്കൂളിലും കുറച്ചു കാലം മോറൽ എടുത്തിരുന്നു. നല്ല പയ്യനാണ്, ആളുഷാറാണ്. ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ട്. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. അപ്പോൾ നിസാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. നിസാറിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഞാൻ മരുത എന്നുള്ള ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇങ്ങനെ നിസാർ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കേട്ടപ്പോൾ ഒന്ന് പരിചയപ്പെടണം തോന്നി. നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.